സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എത്രയാ? 50. ആ ശരി. ഗൗതം, വൈകുമെന്ന് പറയാനായിട്ട് ഞാൻ എത്ര തവണ വിളിച്ചു, ഫോണൊന്നും എടുക്കായിരുന്നില്ലേ? ഒരു കുട്ടിയും കൊണ്ടേ ആശുപത്രിയിൽ പോകേണ്ടി വന്നു, അതാ വൈകിയത്. വിശപ്പായോ ഗൗതമിന്? വന്നിട്ട് കുക്ക് ചെയ്താൽ ലേറ്റ് ആവുമെന്ന് കരുതി ഞാൻ പാഴ്സൽ വാങ്ങിയിട്ടാ വന്നത്. വാ, നമുക്ക് കഴിക്കാം. വൈകിയതിന്റെ ദേഷ്യമാണേ കാണിക്കുന്നത്? അത് പറയാനായിട്ട് ഞാൻ വിളിച്ചതല്ലേ. അയ്യോ, വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിധി ടീച്ചർക്ക് സ്കൂളിൽ ഒരു 100 കൂട്ടം പണിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിധി ടീച്ചർ എന്ന് പറഞ്ഞ ആരാ? എന്തൊക്കെ ജോലി ചെയ്യണമെന്ന് അറിയോ? ബാത്റൂം ക്ലീൻ ചെയ്യണം, നിലം തുടയ്ക്കണം, ഡെസ്ക് തുടയ്ക്കണം, കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കണം, അവരുടെ പാത്രം കഴുകണം, പിന്നെന്താ പഠിപ്പിക്കൽ പണി മാത്രം ടീച്ചർക്കില്ല അല്ലേ? എനിക്ക് 3 നേരം ഭക്ഷണം തരാനായി ടീച്ചർ വേറെന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടോ സ്കൂളില്? സമയമുണ്ടെങ്കിൽ ആ വാച്ചർ പണി കൂടെ ഏറ്റെടുക്കായിരുന്നില്ലേ? ഗൗതം പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. ഗൗതം, ഗൗതം നിക്ക്. ഗൗതം, ഗൗതം പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. സോറി ഗൗതം, എന്നോട് ക്ഷമിക്ക്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. മതി, കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഒരിക്കൽ നീ എന്നോട് സത്യം മറച്ചു വെച്ചു. നുണ പറഞ്ഞില്ല എന്ന് മാത്രം. അതെന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു സത്യമായിരുന്നു. ഞാൻ അനാഥനാണെന്നുള്ള സത്യം. ഇപ്പോ വീണ്ടും നീ അത് ആവർത്തിച്ചു. ഒരു കള്ളം തന്നെ എന്നോട് പറഞ്ഞു നീ. ടീച്ചർ ജോലിയാണ് നോക്കുന്നെന്നുള്ള കള്ളം. ഇനി അതിനെ ന്യായീകരിക്കാൻ മറ്റൊരു കള്ളം പറയും. നിരന്തരം അത് കേൾക്കാനുള്ള ത്രാണി എനിക്കില്ല. പോയി നിന്റെ പണി നോക്ക്. ഇങ്ങനൊന്നും പറയല്ലേ ഗൗതം. ഞാൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണോ? ഞാൻ പോകുന്നത് ആയ ജോലിക്കാണെന്ന് പറഞ്ഞ ഗൗതമിന്റെ മനസ്സ് വിഷമിക്കുമെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ എന്റെ മനസ്സിൽ നല്ല സന്തോഷമാണല്ലോ, സംതൃപ്തിയാണല്ലോ. ആ ജോലിയെ കുറ്റം പറഞ്ഞതല്ല ഞാൻ. എല്ലാ ജോലിയും നല്ലത് തന്നെയാ. പക്ഷെ നീ എന്നോട് കള്ളം പറഞ്ഞു. അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാതായത്. ഞാൻ സ്കൂളിലേക്ക് പോയത് ടീച്ചർ പോസ്റ്റിലേക്ക് ഒഴിവുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് തന്നെയാ. അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കും. അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് ആയയുടെ വേക്കൻസി ആയിരുന്നു. എനിക്കൊരു ജോലി കൂടിയേ പറ്റൂന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ആ ജോലി ഏറ്റെടുത്തത്. 2 മാസത്തെ കാര്യമുള്ളൂ, അപ്പോഴേക്കും എനിക്ക് ടീച്ചർ ജോലി കിട്ടും. അതുവരെ നമുക്കൊരു വരുമാനം ആവുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ചോദിച്ചത് ഭാവിയിൽ നീ എന്താവുന്നല്ല, ഇപ്പൊ ചെയ്തതും ചെയ്യുന്നതുമായ കാര്യങ്ങളെ കുറിച്ചാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ കൺസ്ട്രക്ഷൻ ഡിസൈൻ കിട്ടിയപ്പോ ആദ്യം അത് നിന്നെ കാണിക്കേണ്ടതെന്ന് ചിന്തിച്ച് എത്ര ആഗ്രഹത്തോടെയാ ഞാൻ സ്കൂളിലേക്ക് വന്നെന്നറിയോ? അപ്പൊ ഞാൻ കണ്ട കാഴ്ച എന്തെന്നറിയോ? ടീച്ചർമാർ നിന്നെ ശകാരിച്ച് പണിയെടുപ്പിക്കുന്നു, നീ മേശ തുടയ്ക്കുന്നു. അത് കാണാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഓടിപ്പടിച്ച് അങ്ങോട്ട് വന്നത്? ഇപ്പൊ ഞാൻ ദരിദ്രനായിരിക്കാം, പണമില്ലാത്തവനായിരിക്കാം. പക്ഷേ ഒരു ഉറപ്പ് എനിക്കുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇടം ഞാൻ നേടിയെടുക്കുന്നു. അന്ന് എനിക്ക് കുറ്റബോധം തോന്നും. നിന്നെ കൊണ്ട് ഈ പണി എടുപ്പിച്ചാണല്ലോ ഞാൻ ആഹാരം കഴിച്ചതെന്ന്. അതും ഞാൻ പോലും അറിയാതെ എന്നോട് കള്ളം പറഞ്ഞിട്ട്. ഞാൻ ഗൗതമിനോട് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയാ? ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്നറിഞ്ഞ് ഗൗതമിന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ. അതിന്റെ പേരിൽ വലിയ സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെക്കാതിരിക്കാൻ.
പ്ലീസ് ഗൗതം, ദയവ് ഇത് എന്നോട് ദേഷ്യം കാണിക്കല്ലേ. ഐ എം സോറി. അത് പറയാതിരുന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുക. എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. ദേഷ്യം മുഴുവൻ ആരോടാണെന്ന് അറിയോ? ദേ നിൽക്കുന്നു ഇവനോട്, എന്നോട്. താലി കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കാൻ കെൽപ്പില്ലാത്തവൻ, തെരുവിലേക്ക് ഇറങ്ങിയപ്പോ കൂടെ വന്നവളെ പോറ്റാൻ കഴിവില്ലാത്തവൻ. ആ എനിക്ക് സ്വയം പുച്ഛം തോന്നിയില്ലെങ്കിൽ അത്ഭുതമല്ലേ ഉള്ളൂ. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പ്ലീസ് ഗൗതം, ഒന്ന് വാ, വന്ന് ഭക്ഷണം കഴിക്ക്. ഏയ്, എനിക്ക് ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ അങ്ങോട്ട് വരുന്നുമില്ല. ഗൗതം അകത്തേക്ക് വരുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല. നേരം വെളുക്കുന്നത് വരെ ഞാനും ഇവിടെ ഇരുന്നോളാം. ഗൗതം പോവാൻ ഇറങ്ങിയോ? ഇതെന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നത്? ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം തീർന്നില്ലേ? ഈ ദേഷ്യം മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്ത തെറ്റിന് ഇനി എന്നെ തല്ലണോ? എന്നെ തല്ലിക്കോ, എനിക്കൊരു വിഷമവും ഇല്ല. പക്ഷെ എന്നോടിങ്ങനെ മിണ്ടാതിരിക്കരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഗൗതം. ഭാര്യയെ തല്ലാനും വേണ്ടി വൃത്തികെട്ടവനൊന്നും അല്ല ഞാൻ. പക്ഷേ നീ തന്ന വിഷമമുണ്ടല്ലോ, അത് വല്ലാത്ത ഷോക്കായിപ്പോ എനിക്ക്. ഞാൻ എന്ത് ചെയ്തു എന്നാ ഗൗതം ഈ പറയുന്നത്? കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും 30 വർഷം സ്നേഹിച്ച് വളർത്തിയ അമ്മയും അച്ഛനെയും കൂടെപ്പിറപ്പുകളെ കണ്ട സഹോദരങ്ങളെ ഉപേക്ഷിച്ച് എന്റെ കൈ പിടിച്ചിറങ്ങി വന്ന ഗൗതം ഒരു വലിയ നിലയിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? സമ്പാദിച്ച പണം കുമിഞ്ഞുകൂടി കിടക്കുമ്പോഴും അതിൽ നിന്ന് നയ പൈസ സ്വീകരിക്കാതെ ഞാൻ അധ്വാനിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞ ഗൗതമിന്റെ അതേ തീരുമാനം തന്നെയല്ലേ ഞാനും എടുത്തത്? നീ ചെയ്ത ജോലിയെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ. പക്ഷെ നിന്റെ വിദ്യാഭ്യാസത്തിനും കഴിവിനും ഒത്ത ജോലി വേണ്ടേ നീ തിരഞ്ഞെടുക്കാൻ? അതെന്താ? അപ്പൊ ഗൗതം വിദ്യാഭ്യാസത്തിന് യോജിക്കാത്ത തൊഴില് തിരഞ്ഞെടുത്തിട്ടില്ലെന്നാണോ? ഒരു വട്ടിപ്പലിശക്കാരന്റെ ഫിനാൻസ് കമ്പനിയിൽ പണപ്പിരിവിന് പോവാൻ ഗൗതം തീരുമാനിച്ചത് എന്നെ പോറ്റാൻ വേണ്ടിയായിരുന്നില്ലേ? എനിക്ക് വേണ്ടി ഗൗതമൻ എന്ത് ത്യാഗവും ചെയ്യാം. ഞാൻ തിരിച്ചു ചെയ്യാൻ പാടില്ല. അത് ശരിയായ ഒരു ആലോചനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൗതം. മനസ്സുകൊണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പണപ്പിരിവ് ജോലി ഗൗതം ഏറ്റെടുത്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ അതേ സ്നേഹം എനിക്ക് ഗൗതമിനോട് തിരിച്ചു കാണിക്കാൻ പാടില്ലേ?